ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓൺലൈനായി സിനിമ ടിക്കറ്റ് ബുക്കിംഗ് എങ്ങനെ ചെയ്യാം എന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിൽ ബുക്ക് മൈ ഷോ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഓപ്പണായി വരുന്ന പേജിലെ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഫിലിം കാണാൻ പോകാൻ ഉദ്ദേശിക്കുന്ന പ്ലേസ് അഥവാ സിറ്റി ടൈപ്പ് ചെയ്ത് നൽകുക. ശേഷം വരുന്ന പേജിൽ അവൈലബിൾ ആയിട്ടുള്ള മൂവീസിന്റെ ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഏത് മൂവിയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ മൂവിയുടെ പോസ്റ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു പേജിലെ ബുക്ക് ടിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ഞാനിവിടെ ബുക്ക് ടിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന പേജിൽ ഏത് ഡേറ്റിലാണോ ഫിലിം കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ശേഷം അവൈലബിൾ ആയിട്ടുള്ള ടൈം സ്ലോട്ടും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ഇവിടെ ടൈം സ്ലോട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം പ്രൊസീഡ് ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ എത്ര പേർക്കാണോ ടിക്കറ്റ് വേണ്ടത് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. 3 പേർക്കാണെങ്കിൽ ഇവിടെ 3 എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. ടിക്കറ്റിന്റെ റേറ്റ് അവിടെ കാണിക്കുന്നതാണ്. സെലക്ട് സീറ്റ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ സെലക്ട് സീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. സീറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പേജിൽ കാണിച്ചിരിക്കുന്നത്. ബാൽക്കണി അതുപോലെ തന്നെ റിസർവ്ഡ് 2 ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് സീറ്റാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന സീറ്റുകളാണ് സെലക്ട് ചെയ്യാൻ സാധിക്കുക. ഞാനിവിടെ സീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പേജിന്റെ താഴെയായി നൽകിയിരിക്കുന്ന പേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ഓപ്ഷൻ ആണ് വരുന്നത്. അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പേജിൽ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും നൽകുക. സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം പ്രൊസീഡായി വരുന്നത് പേയ്മെന്റ് ഗേറ്റ്വേ പേജിലേക്കാണ്. UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, മൊബൈൽ വാലറ്റ്, നെറ്റ് ബാങ്കിങ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. QR കോഡിന്റെ ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. QR കോഡ് യൂസ് ചെയ്തിട്ടാണ് പേയ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്കാൻ QR കോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകിയാൽ മതിയാകും. ടിക്കറ്റിന്റെ എമൗണ്ടും ഡീറ്റെയിൽസും ഡിഫോൾട്ട് ആയിട്ട് അവിടെ വരുന്നതാണ്. QR കോഡാണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് പേജിൽ QR കോഡ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇത് വാലറ്റ് യൂസ് ചെയ്തുകൊണ്ട് സ്കാൻ ചെയ്ത് പേയ്മെന്റ് അടച്ചു നൽകി ടിക്കറ്റ് ബുക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് സക്സസ് ആയതിനു ശേഷം നെക്സ്റ്റ് ടിക്കറ്റ് ബുക്ക്ഡ് എന്ന് കാണിക്കുന്നതാണ്. ശേഷം വരുന്ന പേജിൽ ഇതുപോലെ നമുക്ക് ഈ ടിക്കറ്റ് ലഭിക്കുന്നതാണ്. മെയിലിലേക്കും അതുപോലെ തന്നെ നൽകിയിരിക്കുന്ന നമ്പറിലേക്കും മെസ്സേജും ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.